റബ്ബർ മരങ്ങൾ കാറ്റിൽ നശിച്ചപ്പോഴാണ് കോഴിക്കോട് കൂടത്തായിലെ മോനിച്ചൻ കോഴികളെ വളർത്താൻ തുടങ്ങിയത്. അല്പം ശ്രദ്ധയോടെ പരിചരിച്ചാൽ ബ്രോയിലർ കോഴി മികച്ച ലാഭം തരുമെന്നാണ് മോനിച്ചന്റെ അനുഭവം. രണ്ട് വർഷം മുമ്പാണ് മോനിച്ചൻ ബ്രോയിലർ കോഴി വളർത്താൻ തുടങ്ങിയത്. നിശ്ചിത അളവിൽ വെള്ളവും തീറ്റയുമെല്ലാം നൽകി ശ്രദ്ധിച്ച് പരിചരിച്ചതോടെ മോനിച്ചന് വിജയിക്കാനായി. കൊണ്ടുവരുന്ന അന്ന് ഈ ഗ്ലൂക്കോസ് കലക്കി വെള്ളം കൊടുക്കും. അത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ അത് വയറ്റിലുള്ള എല്ലാം പോയെന്നുള്ള ഇതായാൽ നമ്മൾ തീറ്റി പേപ്പറിലോട്ട് തന്നെ കംപ്ലീറ്റ് അങ്ങ് വിതറും. അപ്പോൾ അത് പയ്യെ തിന്ന് ഒരു പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ റൗണ്ട് വെച്ച് വൈകുന്നേരം ആകുമ്പം ഗ്ലൂക്കോസ് വെള്ളം മാറ്റിയിട്ട് ഒരു സ്റ്റെസ്ട്രോസ് എന്ന് പറഞ്ഞൊരു ആയുർവേദ ഇതുണ്ട്. അത് ഈ ക്ഷീണമൊക്കെ പോയി ഒരു എനർജി കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. 5-6 മണിക്കൂർ ഒരു 3 ദിവസത്തേന് നിക്സനോ അങ്ങനെയുള്ള ആയുർവേദ ഗ്ലാക്സോഡ് ഉണ്ട്. അതാണ് ഞാൻ സാറിന് കൊടുക്കുന്നത്. ഒരു ആൻറ്റി ചെറുതായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രൂഡിങ് ന്യൂമോണിയ അങ്ങനെയുള്ള വരാതിരിക്കാൻ വേണ്ടി. കാരണം ഈ ചെറുപ്പത്തിലെ എന്തെങ്കിലും ഇത് വരാതിരിക്കാൻ അത് ചെയ്യാറുണ്ട്. 7-ാം ദിവസം ലസോട്ട എന്നും പറഞ്ഞൊരു വാക്സിൻ കൊടുക്കും. അത് കണ്ണിലാണ് കൊടുക്കുന്നത്. അത് ഏറ്റവും നല്ല കണ്ണിൽ കൊടുത്താൽ എല്ലാത്തിനും കിട്ടിയെന്നുള്ള അത് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് 14-ാം ദിവസം ഹൈബീഡി ഇത് രണ്ടും അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒരു 10-14 ദിവസം വരെ പ്രീ സ്റ്റാർട്ടർ എന്നും പറഞ്ഞൊരു സ്റ്റാർട്ടറുണ്ട്. അതാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റാർട്ടർ. പിന്നെ ഒരു 25-26 ദിവസം കഴിയുമ്പോൾ ഫിനിഷർ എന്നും പറഞ്ഞ് ഫീഡുണ്ട്. ഇച്ചിരി വലിയ ബോൾ പോലെ ഇരിക്കും. 40 ദിവസത്തേന് ഏകദേശം നല്ലപോലെ എല്ലാം രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ 2.25, 2.300, 2.400 വരെ വരാം. പതിനായിരം കോഴികളെ പാർപ്പിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ കോഴികൾക്ക് ആവശ്യമായ വെള്ളം ലഭിക്കും. 10 തൊഴിലാളികളും കോഴികളെ പരിചരിക്കാനുണ്ട്. നമ്മുടെ ഈ നാട്ടുകാർ തന്നെ സ്റ്റാഫാണ്. എനിക്ക് അവരോട് ഇഷ്ടം. കാരണം ഞാൻ പുറത്തുനിന്നുള്ള ഒരു ഒരു 5-8 കുടുംബം അവരും ജീവിക്കുന്നുണ്ട്. ഭാര്യ മറിയുമ്മയുടെ പിന്തുണയും മോനിച്ചനുണ്ട്. കോഴികൾക്ക് തീറ്റയും വെള്ളവും ഉറപ്പാക്കാൻ മറിയുമ്മയും സദാ ശ്രദ്ധാലുവാണ്. തീറ്റ ഇട്ട് കൊടുക്കണം, പിന്നെ കൂട് അളക്കണം, പിന്നെ ഈ വെള്ളം ലീക്കാവുന്നുണ്ടോ എന്ന് നോക്കണം. അത്ര ബാക്കിയെല്ലാം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് രസമായിട്ട് തോന്നുള്ളൂ. ബ്രോയിലർ കോഴി വളർത്തൽ ഒട്ടും പരിചയമില്ലാതിരുന്നിട്ടും കഠിനാധ്വാനത്തിലൂടെ അത് വിജയിപ്പിച്ചെടുത്തു എന്നതാണ് മോനിച്ചന്റെ പ്രത്യേകത. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.